Hello everyone, welcome back to the channel. നമ്മൾ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫംഗ്ഷൻ f from r to r defined by f of x equal to 2 plus x square is. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് നോട്ട് 1 1, സെക്കൻഡ് ഓപ്ഷൻ 1 1, തേർഡ് ഓപ്ഷൻ നോട്ട് ഓൺ ടു, ഫോർത്ത് ഓപ്ഷൻ neither 1 1 nor on to. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ f of x equal to x square ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ 1 1 ആണോ ഓൺ ടു ആണോ അതിലേക്കാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1 1 ആണെന്ന് ആദ്യം നമുക്ക് ചെക്ക്. 1 1ന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ x1 ഈക്വൽ ടു x2 ആയിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ 1 1 ആണ്. നമ്മൾ ചെക്ക് ചെയ്യുക. ലെറ്റ് f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുക്കാം. സോ f of x1 ഈക്വൽ ടു f of x2 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 plus x square ആണ്. സോ എക്സിന്റെ പ്ലേസിൽ x1 ഉം x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ മാറ്റി എഴുതാം. സോ 2 plus x1 square ഈക്വൽ ടു 2 plus x2 square. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് ഇനി എനിക്ക് 2 ക്യാൻസൽ ചെയ്ത് ചെയ്യാം. 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് x1 square ഈക്വൽ ടു x2 square വരും. That implies x1 equal to square root of x2 square വരും. That is plus or minus x2. Okay, x1 equal to plus or minus x2. നമുക്ക് വേണ്ടത് എന്താ? x1 equal to x2. F of x1 equal to f of x2 നമ്മൾ എടുത്താൽ നമുക്ക് കിട്ടിയത് എന്താ? x1 is equal to plus or minus x2. അപ്പോൾ ഫംഗ്ഷൻ f എന്ന് പറയുന്നത് 1 1 ആണോ? Therefore f is not 1 1, not 1 1. 1 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു x2 മാത്രമാണ്. x1 ഈക്വൽ ടു x2 നമുക്ക് കിട്ടും. ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 ആണ്. കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന r ആറിലേക്കാണ്. ആറിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് എല്ലാം വരുമല്ലോ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 1 അല്ല. ഇനി എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓൺ ടു ആണോ അല്ലയോ, അല്ലേ? ഓൺ ടു ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? f of x equal to 2 plus x square ആണ് തന്നിരുന്നത്. ആറിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? ആറിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ആറിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. f of x 2 plus x square ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ നമുക്ക് പ്രൂവ് ചെയ്യാം ഈ ആറിനകത്ത് ഓരോ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഇവിടുത്തെ ആറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഓൺ ടു ആണ്, ഫംഗ്ഷൻ ഓൺ ടു ആണ്, അങ്ങനെയും പറയാം. അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്കും പറയാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ഈ ഫുൾ സെറ്റ് 6 വരുമെന്ന് നോക്കിയാലും മതി, അല്ലെ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഇതാണ് 2 plus x square ആണ്. ഇതിന്റെ റേഞ്ച് സെറ്റ് ആദ്യം എന്താ വരിക? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 2 plus x square ആണ്. ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? അതായത് എത്രയൊക്കെ വാല്യൂസ് നമുക്ക് എഫ് ഓഫ് എക്സിന് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ആൻസർ ആയിട്ട് വരും. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനേഷൻ നോക്കാം. ഇവിടെ 2 plus x square, ഞാനിവിടെ x square എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്കറിയാം x square എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഞാൻ രണ്ട് സൈഡിൽ ഒരു 2 വെച്ച് ആഡ് ചെയ്തു. 2 plus x square is greater than or equal to 0 plus 2. രണ്ട് സൈഡിലും 2 വെച്ച് ആഡ് ചെയ്തു. സോ 2 plus x square is greater than or equal to 2 എന്ന് എഴുതാം, അല്ലേ? It is 2 plus x square is greater than or equal to 2. ഈ 2 plus x square ആക്ച്വലി എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ, അല്ലേ? എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യും. എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതായത് ഫംഗ്ഷന്റെ വാല്യൂ എത്ര തൊട്ട് എത്ര വരെ വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. 2ന് മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം. അതായത് നമുക്ക് അത് ഇന്റർവൽ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2ന് മുകളിലേക്ക് നമ്മൾ 2, ഇൻഫിനിറ്റി, അല്ലെ? ഇൻഫിനിറ്റി ഓപ്പൺ ബ്രാക്കറ്റിലാണ്, 2 ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ്. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് പറയുന്നത്. ക്ലോസ്ഡ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ റേഞ്ച് ആയിട്ട് വരിക, അല്ലെ? എഫ് ഓഫ് എക്സിന് വാല്യൂ വരിക എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്ന എന്താണ്? റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ടു ഓപ്പൺ ഇൻഫിനിറ്റി ആയിട്ടാണ് വരിക. ഇനി ഈ റേഞ്ച് എന്ന് പറയുന്നത് ഫുൾ സെറ്റ് 6 ആണോ എന്ന് ചെക്ക് ചെയ്താൽ പറയും. ഫുൾ സെറ്റ് 6 ആണെങ്കിൽ എന്താണ്? എല്ലാ എലമെന്റുകൾക്കും ഇവിടെ റേഞ്ച് സെറ്റിൽ വന്നിട്ടുണ്ട്, അല്ലെ? അങ്ങനെ റേഞ്ച് സെറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓൺ ടു ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കിയാൽ ഇവിടെ 6 എന്ന് പറഞ്ഞത് ക്ലോസ്ഡ് ടു ഇൻഫിനിറ്റിന് മാത്രമാണ്. റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നു ക്ലോസ്ഡ് ടു ഇൻഫിനിറ്റിന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്തല്ല? കോഡൊമൈന് ഇക്വലന്റ് അല്ല, അല്ലെ?
കോഡൊമേന് ഇത് ഇക്വലന്റ് അല്ല. റേഞ്ച് നിന്ന് ക്ലോസ് ടു ഇൻഫിനിറ്റി ആണ്, അത് കോഡൊമേന് ഇക്വലന്റ് അല്ല. കോഡൊമേന് ഇക്വലന്റ് ആണെങ്കിൽ നമുക്ക് ഓൺ പറയാം. പക്ഷെ ഇവിടെ നോട്ട് ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ക്ലോസ് ടു ഇൻഫിനിറ്റി മാത്രമാണ് വന്നിട്ടുള്ളത്. ഫുൾ സ്റ്റാർ നമുക്ക് കിട്ടിയിട്ടില്ല. Therefore നമുക്ക് എന്ത് പറയാം? f of x is not on to. f of x is not on to. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x equal to 2 plus x square എന്ന് പറഞ്ഞാൽ 1 അല്ല, on to അല്ല അല്ലെ. നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക? 1 അല്ല, on to അല്ല. നോട്ട് 1. ദെൻ അടുത്തത് 1 നോട്ട് ഓൺ ടു. കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. നൈദർ 1 നോർ ഓൺ ടു. 1 അല്ല, ഓൺ ടു അല്ല. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? ഓക്കെ, നൈദർ 1 നോർ ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള MCQ ക്വസ്റ്റ്യൻസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ MCQ ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്ന വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.